അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ടെന്ന സുപ്രീം കോടതി ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ചരിത്ര പുരുഷന്മാരോട് അനാദരവ് കാണിക്കുന്ന സാഹിത്യ സൃഷ്ടികൾ അംഗീകരിക്കാൻ കഴിയില്ല. ഗാന്ധിജിക്കെതിരെ കവിത എഴുതിയ ആൾക്കുമേൽ ചുമത്തിയ കുറ്റങ്ങൾ റദ്ദാക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും പരിമിതിയുണ്ടോ എന്നത് സംബന്ധിച്ച സുപ്രധാന വിധിയാണ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഞാൻ ഗാന്ധിയെ കണ്ടുവെന്ന മറാത്തി കവി വസന്ത് ദത്താത്രേയ ഗുർജറിന്റെ കവിത പ്രസിദ്ധീകരിച്ചതിനെതിരായ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രസാധകൻ നൽകിയ അപ്പീലിലാണ് വിധി. ഗാന്ധിയെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള കവിത 1984 പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയെപ്പോലുള്ള ചരിത്രപുരുഷന്മാരെ കഥാപാത്രങ്ങളാക്കി അസഭ്യം നിറഞ്ഞ വാക്കുകൾ അവരുടെ വായിൽ തിരുകി കയറ്റാൻ കവികൾക്ക് ലൈസൻസ് ഇല്ലെന്ന് കോടതി പറഞ്ഞു. ഒരു തരത്തിലുള്ള സാഹിത്യരൂപത്തിലും ചരിത്രപുരുഷന്മാരോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അത് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും. ചരിത്രപുരുഷന്മാരെ ഭാവനാ കഥാപാത്രങ്ങളാക്കി അപമാനിച്ചാൽ IPC 292 വകുപ്പ് പ്രകാരം 2 വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റം ചുമത്തുന്നതിൽ തെറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ പരിമിതികൾക്കകത്തുനിന്ന് ഉപയോഗിക്കാനാകൂ. ഇത് അനിയന്ത്രിതമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗാന്ധിജിക്കെതിരെ കവിത എഴുതിയ ആൾക്കെതിരായ നടപടികളുമായി വിചാരണ കോടതിക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിൽ കവിതയുടെ പ്രസാധകനെതിരായ നടപടികൾ കോടതി റദ്ദാക്കി. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.